ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തട്ടുകടയിലൊക്കെ കിട്ടുന്ന ഗ്രീൻ പീസ് മുട്ടത്തോരൻ റെസിപ്പിയുമായിട്ടാണ്. നമുക്കിത് വേണമെങ്കിൽ വെറുതെ കഴിക്കാം, അല്ലെങ്കിൽ ചോറിൻ്റെ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കൂട്ടി കഴിക്കാനും പറ്റും. നല്ല ടേസ്റ്റാണ്, മാത്രമല്ല ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കി നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 കപ്പ് ഗ്രീൻ പീസ് വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിത് കുക്കറിലേക്ക് മാറ്റാണ്. ഒരു വിസിൽ മതിയാകും നമുക്ക് ഗ്രീൻ പീസ് വേവിച്ചെടുക്കാൻ. ഒരുപാട് അങ്ങ് വെന്ത് പോയാൽ ഇതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. ഗ്രീൻ പീസിനൊപ്പം തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് വേവിച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് ഒരു പാൻ എടുത്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് ഉപ്പ് കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഉണ്ടാകും. ഇനി ഇതുകൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഇപ്പോൾ 1 പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല എരിവുള്ള പച്ചമുളകാണ്, അപ്പോൾ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള എല്ലാം ഇവിടെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 5 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. 1/2 കപ്പ് ഗ്രീൻ പീസിലേക്കാണ് ഞാൻ 5 കോഴിമുട്ട എടുത്തിട്ടുള്ളത്. ഇനി ഉള്ളിയും മുട്ടയും കൂടെ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമ്മൾ വേവിച്ചിട്ടുള്ള ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. കറക്റ്റ് വേവാണ്. 1 വിസിൽ വരുത്തിയിട്ടുള്ളൂ. 1 വിസിൽ വരുത്തിയിട്ട് വിസിൽ പോയതിന് ശേഷമാണ് കുക്കർ തുറന്നിട്ടുള്ളത്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അവസാനമായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. മുട്ടയെല്ലാം നന്നായിട്ട് ഡ്രൈ ആയി വരുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടോട് കൂടി അത് സെർവ് ചെയ്യണം. അപ്പോഴാണ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളത്. തണുത്ത് പോയാൽ മുട്ടയുടെ ഒരുമാതിരി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ചൂടോട് കൂടി തന്നെ കഴിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുമാത്രമല്ല, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും.